അധികാരത്തിൽ വന്ന് ഒരു മാസം പിന്നിടുമ്പോഴേക്ക് യു ടേണുകളുടെ ബഹളമാണ് വി ഡി സതീശൻ മന്ത്രിസഭയിൽ കാണുന്നത്. ഇന്ന് പറയാനുള്ളത് മുസ്ലിം ലീഗും PM-ശ്രീയുമാണ്. ഞാൻ ആ വിഷയത്തിലേക്ക് വരാം. അതിനു മുമ്പ് ഒരു ചരിത്ര കഥ. ഇസ്ലാമിക ചരിത്രത്തിൽ ഹിജ്റ എന്ന് കേട്ടില്ലേ? ഈ ഇസ്ലാമിക വർഷം ആരംഭിക്കുന്നത് ഹിജ്റ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ മനസ്സിലാക്കി കൊടുത്തോളം പാലായനം എന്നുള്ളതാണ്. മക്കയിൽ നിന്ന് പ്രവാചകനും കൂട്ടരും അവിടെ നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നപ്പോൾ അവിടെ നിന്ന് പലായനം ചെയ്യപ്പെടുന്നുണ്ട്. അതാണ് ഇസ്ലാമിക വർഷാരംഭമായിട്ട് കണക്കാക്കുന്നത്. അങ്ങനെ മദീനയിലേക്ക് പലായനം ചെയ്ത് അവിടെ ഏറെക്കാലം പ്രബോധനം നടത്തി, എന്ന് വെച്ചാൽ മതപ്രബോധനം നടത്തി. ഏകദേശം മദീനയിലുള്ള 15% ആളുകളോളം ഇസ്ലാം മതവിശ്വാസികളായി കഴിഞ്ഞ സമയത്ത് തന്നെ അവിടെ അധികാരത്തിലെത്താൻ മുഹമ്മദ് നബി ശ്രമിക്കുകയും അധികാരത്തിലെത്തുകയും ചെയ്യുന്നുണ്ട്. അതിന് അദ്ദേഹത്തെ പ്രേരിപ്പിച്ച്, അധികാരം പിടിച്ചെടുക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ച ഘടകം അദ്ദേഹത്തിൽ ദൈവം കൽപ്പിച്ചു കൊടുത്തു എന്ന് അദ്ദേഹവും മുസ്ലിം മതവിശ്വാസികളും കരുതുന്ന ഇസ്ലാം പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടാണ്, ഇസ്ലാമിനെ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ് മദീനയിൽ അദ്ദേഹം അധികാരത്തിലെത്തിയത്. അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം ഇസ്ലാമാണെങ്കിൽ അതിനുള്ള മാർഗമായിരുന്നു അധികാരം. എന്നാൽ മുസ്ലിം ലീഗിന് ഇത് നേരെ വിപരീതമാണ്. മുസ്ലിം ലീഗിൻ്റെ ലക്ഷ്യം അധികാരത്തിലെത്തുക എന്നുള്ളതാണ്. അതിനുള്ള മാർഗമായിട്ടാണ് മുസ്ലിം എന്ന് പറയുന്ന മതത്തെ മുസ്ലിം ലീഗ് ഉപയോഗിക്കുന്നത്. അതെല്ലാ കാലത്തും അങ്ങനെ തന്നെ. ഇപ്പോൾ ഈ PM-ശ്രീയുടെ കാര്യത്തിൽ അങ്ങനെ തന്നെ. പ്രതിപക്ഷത്തായിരുന്നപ്പോൾ PM-ശ്രീക്കെതിരെ ആഞ്ഞടിച്ചതാണ്. ഞങ്ങൾ അധികാരത്തിൽ വന്ന PM-ശ്രീയെ ചവറ്റുകൊട്ടയിലേറിയ അറബിക്കടലിലേറിയ എന്ന് വലിയ വായിൽ വിളിച്ചു പറഞ്ഞ മുസ്ലിം ലീഗ് അധികാരത്തിൽ വന്നപ്പോൾ 102 സീറ്റ് UDF-ന് കിട്ടിയപ്പോൾ ഇപ്പോൾ ആ മന്ത്രി കസേരയിൽ അമർന്നിരുന്ന വിദ്യാഭ്യാസ മന്ത്രി ഒരു എളുപ്പമില്ലാതെ പറയാണ്, ഞങ്ങൾ എന്താ ചെയ്യുക, MOU-ൽ ഒപ്പിട്ടത് കഴിഞ്ഞ സർക്കാരല്ലേ, ഞങ്ങൾ പ്രതിസന്ധിയിലായി. നിങ്ങൾ ആ വാക്ക് N ശംസുദ്ദീൻ മന്ത്രി തന്നെ പറയുന്നു എന്ന് കേട്ടു നോക്കും. 2025 ഒക്ടോബർ 16-ന് MOU ഒപ്പിട്ടു. MOU ഒപ്പിട്ട് ഈ സംസ്ഥാനത്തെ പ്രതിസന്ധിയിലാക്കിയവരാണ് സാർ അപ്പുറത്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഒന്നും ചെയ്യാനില്ല, ഞങ്ങൾ പ്രതിസന്ധിയിലായെന്ന് നിയമസഭയിൽ ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത അധികാരമേറ്റ നിയമസഭയിൽ ഇത്തവണ ദൈവത്തെ മാത്രമേ പിടിച്ചുള്ളൂ, അള്ളാഹിനെ വിട്ടിട്ടാ. എല്ലാ കാലത്തും അള്ളാഹുവിൻ്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നവരാണ് മുസ്ലിം ലീഗുകാരൊക്കെ. എന്താണ് അതിൻ്റെ താല്പര്യം എന്നുള്ളതൊക്കെ ഇനി 5 വർഷം എടുക്കും പച്ചപ്പടക്ക് ബോധ്യപ്പെടാൻ. അത് ഏതായാലും അവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞത് സാന്ദർഭികമായി പറഞ്ഞെന്നുള്ളൂ. ദൈവനാമത്തിൽ പ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറ്റ ഒരാൾ ആ കസേരയിൽ ഇരുന്നു കൊണ്ട്, ആ പവിത്രമായ നിയമസഭയിൽ ഇരുന്നു കൊണ്ട് ഈ കേരളത്തെ ആകെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പറഞ്ഞത്, ഞങ്ങൾ കഴിഞ്ഞ സർക്കാർ ഒപ്പിട്ടത് കാരണം പ്രതിസന്ധിയിലായി, ഞങ്ങൾക്ക് മറ്റു മാർഗമില്ല, ഇതുമായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ള രീതിയിൽ തന്നെയല്ലേ സംസാരിച്ചത്. നോക്കൂ, ഇവിടെയാണ് മുസ്ലിം ലീഗിൻ്റെ കാപട്യം തിരിച്ചറിയേണ്ടത്. ഇപ്പോൾ വലിയ തോതിൽ വിമർശനം വന്നപ്പോൾ 2 ദിവസത്തെ സഭാ സമ്മേളനം അവസാനിച്ചപ്പോഴേക്ക് പ്രതിപക്ഷ MLA-മാരും പ്രതിപക്ഷ നേതാവൊക്കെ സംസാരിച്ചപ്പോൾ ഇത് ഇനി അണികളോട് പറഞ്ഞു നിൽക്കാൻ പറ്റാത്ത രീതിയിൽ പ്രതിപക്ഷം അതിനെ വിശദീകരിച്ചപ്പോൾ ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ നിർവാഹമില്ല. കാരണം എന്താണ്, MOU എന്ന് പറയുന്നത് ഒരു കരാറല്ല, അതൊരു താൽക്കാലിക സംവിധാനം മാത്രമാണ്, ധാരണാപത്രം മാത്രമാണ്. അത്തരത്തിൽ ധാരണാപത്രം MOU ഒപ്പിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒപ്പിട്ട 2 കക്ഷികളിൽ ആർക്കെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള സംശയമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പരാതികളോ ഉണ്ടെങ്കിൽ ആ കരാറിൽ നിന്ന്, ഈ ധാരണാപത്രത്തിൽ നിന്ന് പിന്മാറാനും ധാരണാപത്രം റദ്ദ് ചെയ്യാനും കഴിയും. അത് തന്നെയാണ് സംഭവിച്ചത്. ധാരണാപത്രം റദ്ദ് ചെയ്തു. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാർ കൊടുത്ത അഫിഡവിറ്റിൽ കേരളം PM-ശ്രീയിൽ ഇല്ല എന്ന് അർത്ഥശങ്കക്കിടയില്ലാതെ പറഞ്ഞിരിക്കുന്നു. അവർ ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രവർത്തനം മുന്നോട്ട് നീക്കില്ല, സ്കൂളുകളുടെ പേര് തരികയോ ഫണ്ട് സ്വീകരിക്കുകയോ ചെയ്തില്ല. എന്നാൽ തുടക്കം മുതൽ മുസ്ലിം ലീഗുകാരും കോൺഗ്രസ്സുകാരും പറഞ്ഞത് ഇതിൻ്റെ ഫണ്ടും സ്വീകരിച്ചു എന്നുള്ളതാണ്. പിന്നീട് രേഖകളൊക്കെ ഹാജരാക്കാൻ തുടങ്ങിയപ്പോൾ PM-ശ്രീയിൽ ഒപ്പിട്ടിട്ട് SSA ഫണ്ട് വാങ്ങി എന്നുള്ള രീതിയിൽ മാറ്റി പറഞ്ഞു. അപ്പോൾ തുടക്കം മുതൽ ഇതിൻ്റെ കാര്യത്തിൽ നുണ പറഞ്ഞുകൊണ്ടിരുന്നവർ ഇപ്പോൾ ഈ 2 ദിവസത്തെ സഭാ സമ്മേളനം കഴിഞ്ഞപ്പോൾ അണികൾക്കിടയിൽ ഇതെങ്ങനെ വിശദീകരിക്കും എന്നുള്ള ആശയക്കുഴപ്പം വന്നപ്പോൾ മുസ്ലിം ലീഗിൻ്റെ MLA-മാർ ഇപ്പോൾ യോഗം ചേർന്ന് ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. ആ തീരുമാനവുമായി ബന്ധപ്പെട്ട വാർത്തകൾ വന്നത് ഞാൻ കേൾപ്പിക്കാം. അതിനുശേഷം പറയാനുള്ളതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഏറെ പ്രാധാന്യമുള്ള കാര്യം. ഞാൻ ആദ്യം അതുമായി ബന്ധപ്പെട്ട് വന്ന വാർത്തകളിൽ ചിലതൊന്ന് കേൾപ്പിക്കാം. പാർലമെന്ററി പാർട്ടി യോഗത്തിൽ ഒറ്റക്കെട്ടായി എതിർത്ത ലീഗ് MLA-മാർ. രാഷ്ട്രീയ വിശ്വാസ്യതയാണ് പ്രധാനമെന്നാണ് വിമർശനം. പാർട്ടി പറയുന്നത് പോലെ തീരുമാനിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി N ശംസുദ്ദീൻ മറുപടി നൽകി. PM-ശ്രീ പദ്ധതി ഉപാധികളോടെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് ലീഗ് നിലപാട് കടുപ്പിച്ചത്. കുഞ്ഞാലിക്കുട്ടിയുടെ ഔദ്യോഗിക വസതിയിൽ ചേർന്ന യോഗത്തിൽ മുഴുവൻ MLA-മാരും പദ്ധതിക്കെതിരായ നിലപാടെടുത്തു. കിട്ടാൻ പോകുന്ന ഫണ്ടിനേക്കാൾ വലുത് പാർട്ടിയുടെ വിശ്വസ്തതയാണെന്നായിരുന്നു MLA-മാർ പറഞ്ഞത്. അടുത്ത വർഷം അവസാനിക്കുന്ന പദ്ധതിക്ക് വേണ്ടി രാഷ്ട്രീയ മണ്ടത്തരം കാണിക്കരുതെന്ന നിർദ്ദേശവും ഉയർന്നു വന്നു. ഇതോടെ പാർട്ടി പറയുന്നത് പോലെ ചെയ്യാമെന്ന് വിദ്യാഭ്യാസ മന്ത്രി N ശംസുദ്ദീൻ വ്യക്തമാക്കി. പദ്ധതിയുമായി മുന്നോട്ട് പോകില്ലെന്ന സൂചന PK കുഞ്ഞാലിക്കുട്ടിയും നൽകി. അതേസമയം വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറച്ച വിവാദം MLA-മാരുടെ യോഗത്തിൽ ചർച്ചയായില്ല. റഹീസ് റഷീദ്.
ഇനിയും ഉണ്ട് കേട്ടോ. PM ശ്രീ പദ്ധതി വേണ്ടെന്ന് മുസ്ലിം ലീഗ് MLA-മാർ ആവശ്യപ്പെട്ടിരിക്കുന്നു. ലീഗ് നിയമസഭാ കക്ഷി യോഗത്തിലാണ് MLA-മാർ നിലപാട് അറിയിച്ചത്. പദ്ധതി നടപ്പിലാക്കുന്ന സാഹചര്യം ഉണ്ടായാൽ തിരിച്ചടി ഉണ്ടാകുമെന്നും MLA-മാരുടെ മുന്നറിയിപ്പ് വന്നിരിക്കുന്നു. പദ്ധതി പൂർണ്ണമായും ഉപേക്ഷിക്കണമെന്നും MLA-മാർ ആവശ്യപ്പെടുകയാണ്. വിവരങ്ങളുമായി അഷ്കർ അലി കരിമ്പ ചേരുന്നു. VD സതീശനെ അധികാരത്തിലെത്തിക്കാൻ മുമ്പിൽ നിന്ന ആളുകളാണ് മുസ്ലിം ലീഗ്. അല്ലെങ്കിൽ VD സതീശൻ മുഖ്യമന്ത്രിയാകണം എന്ന് AICC-ക്ക് പോലടക്കം നിലപാടെടുത്തവരാണ് മുസ്ലിം ലീഗ്. ആ MLA-മാർ തന്നെ PM ശ്രീയിൽ അടക്കം ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ആശയക്കുഴപ്പം പരിഹരിക്കണം, മുന്നോട്ട് പോകരുത് എന്നൊരു ആവശ്യമല്ലേ ഉന്നയിക്കുന്നത് അഷ്കർ? ഞാനത് പൂർണ്ണമായിട്ട് കേൾപ്പിക്കുന്നില്ല. ഇനി മറ്റൊരു വാർത്ത. റിപ്പോർട്ട് ബ്രേക്കിംഗ്. PM ശ്രീ പദ്ധതിക്കെതിരെ മുസ്ലിം ലീഗ് MLA-മാർ പദ്ധതിയുമായി മുന്നോട്ട് പോകരുതെന്ന് പാർലമെന്ററി പാർട്ടി യോഗത്തിൽ മുഴുവൻ MLA-മാരും ആവശ്യപ്പെട്ടു. ഫണ്ടല്ല, രാഷ്ട്രീയ വിശ്വാസ്യതയാണ് പ്രധാനമെന്ന് MLA-മാർ നിലപാടെടുത്തു. യൂത്ത് ലീഗ് നിലപാട് PK ഫിറോസും MSF-ന്റെ ആവശ്യം PK നവാസും യോഗത്തിൽ പറഞ്ഞു. പാർട്ടി പറയും പോലെ ചെയ്യാമെന്ന വിദ്യാഭ്യാസ മന്ത്രി N ഷംസുദ്ദീൻ മറുപടി നൽകി. പദ്ധതിയുമായി മുന്നോട്ട് പാർട്ടി പറയും പോലെ ചെയ്യാമെന്ന് വിദ്യാഭ്യാസ മന്ത്രി N ഷംസുദ്ദീൻ. എന്ന് വെച്ചാൽ നിയമസഭയിൽ അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ പ്രതിസന്ധിയിലാണ്, ഒപ്പിട്ടു ഇടതുപക്ഷം, ഞങ്ങൾക്ക് മുന്നോട്ട് പോയല്ലാതെ രക്ഷയില്ല എന്നത് പച്ചക്കള്ളമാണ്, നിങ്ങൾ പറഞ്ഞ പോലെ ചെയ്തോളാം. നോക്കൂ, MOU എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ പറഞ്ഞ ധാരണാപത്രം. രണ്ട് കക്ഷിക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് താല്പര്യക്കുറവുണ്ടെങ്കിൽ അത് റദ്ദ് ചെയ്യാം. പിന്നെ എന്തിനാണ് ഇടതുപക്ഷ സർക്കാർ ഒപ്പിട്ടത്? ഇടതുപക്ഷ നേതാക്കൾ തന്നെ, വിശിഷ്യ CPM-ന്റെ നേതാക്കൾ തന്നെ കൃത്യമായിട്ട് വിശദീകരിച്ചു. SSA ഫണ്ട്, സർവശിക്ഷ അഭിയാൻ ഫണ്ട് പിടിച്ചു വെക്കുന്നത്, ആയിരക്കണക്കിന് കോടി രൂപ കേന്ദ്രം പിടിച്ചു വെച്ചത് നിങ്ങൾ PM ശ്രീയിൽ ഒപ്പിട്ടല്ലാതെ ഈ ഫണ്ട് തരില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ്. അത്യപൂർവം ചില സംസ്ഥാനങ്ങൾ അതുമായി ബന്ധപ്പെട്ട് കേസിന് പോയി, പക്ഷേ വലിയ പ്രയോജനമൊന്നും ആ സമയത്ത് ഉണ്ടായില്ല. എന്നാൽ കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പിലെ ചില ആളുകൾ പറഞ്ഞു മറ്റൊരു കൗതുകമുണ്ട്. ഇതിനകത്തുള്ളത് ആദ്യം ഒപ്പിടേണ്ടത് MOU ആണ്. MOU ഒപ്പിട്ട് നമ്മളൊരു MOU ഒപ്പിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് ഫണ്ട് വാങ്ങിക്കാം. ഏത്? തടഞ്ഞു വെച്ച ഫണ്ട് വാങ്ങിക്കാം. അങ്ങനെ MOU ഒപ്പിട്ടയച്ചു. ഒപ്പിടുന്ന ആളുകൾക്കും സർക്കാരിനും അറിയാം MOU ആണ് ഒപ്പിടുന്നത്. ഇത് 1 മാസത്തിനകം റദ്ദ് ചെയ്യാവുന്ന ഒരു കരാറാണ്, താൽക്കാലിക കരാറാണ്, ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് മാത്രമാണ്. അതുകൊണ്ട് ഇത് ഒപ്പിട്ട് കഴിഞ്ഞ് വളരെ സമർത്ഥമായിട്ട് ഏകദേശം 100 കോടി രൂപയോളം 2 ഘട്ടങ്ങളിലായിട്ട് SSA-യുടെ ഫണ്ടും വാങ്ങിച്ചു. എന്നാൽ അപ്പോഴേക്ക് മാധ്യമങ്ങൾ ഇതറിഞ്ഞ് വിവാദമാക്കിയതോടുകൂടി വേഗം പോയിട്ട് ആ കരാറ് മരവിപ്പിച്ചു. ഇത് മരവിപ്പിച്ചതാണെന്നും PM ശ്രീയിൽ കേരളം ഒപ്പിട്ടില്ലെന്ന്, ആ പദ്ധതിയിൽ PM ശ്രീയിൽ യഥാർത്ഥത്തിൽ കേരളം ഇല്ലെന്നും സുപ്രീം കോടതിയിൽ ഇതേ കേന്ദ്ര സർക്കാർ അഫിഡവിറ്റ് കൊടുത്തതും നമ്മുടെ മുമ്പിലുണ്ട്. എന്നാൽ ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ട്, ഇതൊന്നും വിശ്വാസത്തിലെടുക്കാതെ, കേരളത്തെ പ്രതിസന്ധിയിലാക്കി ഞങ്ങളിങ്ങനെ നിർബന്ധിതമായി ഇതുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകല്ലാതെ വേറെ മാർഗമില്ല എന്ന അർത്ഥത്തിൽ പച്ചക്കള്ളം പറഞ്ഞതല്ലേ ഷംസുദ്ദീൻ? അല്ലാന്നുണ്ടെങ്കിൽ കേരളത്തിലെ ഈ ലീഗ് MLA-മാരുടെ ഈ യോഗത്തിൽ N ഷംസുദ്ദീന് ഇതുമായിട്ട് മുന്നോട്ട് പോകില്ലെന്ന് ഉറപ്പ് കൊടുത്തത് എന്തുകൊണ്ടാണ്? അപ്പോൾ ഷംസുദ്ദീൻ അവിടെ കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയാം. ഇത് ഉപേക്ഷിക്കണമെങ്കിൽ ഉപേക്ഷിക്കുക എന്നുള്ളത് അറിയാം. ഷംസുദ്ദീൻ പറയേണ്ടത്, ഇനി നിയമസഭയിൽ പറയേണ്ടത്, പച്ചക്കള്ളം പറഞ്ഞത് MLA-മാരുടെ മുന്നിലാണോ, അതായത് ലീഗ് MLA-മാരുടെ മുമ്പിലാണോ, നിയമസഭയിലാണോ? നിയമസഭയിൽ പറഞ്ഞത് കള്ളമാണെങ്കിൽ മാപ്പ് പറയാൻ ഷംസുദ്ദീൻ തയ്യാറാവണം. ഇനി രണ്ടാമത്തെ ഞാൻ പറഞ്ഞതിനകത്തുള്ള ട്വിസ്റ്റ് ഉണ്ടല്ലോ. എല്ലാ കാലത്തും മുസ്ലിം ലീഗ് ചില സമ്മർദ്ദ തന്ത്രങ്ങൾ ഉപയോഗിക്കാറുണ്ട്. മുമ്പ് ലീഗിനെതിരെ കോൺഗ്രസ് ആണ് ഉപയോഗിച്ചിരുന്നത്. ഒരുപക്ഷെ ഇപ്പം എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന ആളുകൾക്ക് അറിയാത്ത, അല്ലെങ്കിൽ അതിനൊക്കെ അവരൊക്കെ ജീവിച്ചിരിക്കുന്നതിന് മുൻപുള്ള ഒരു സംഭവം, മുസ്ലിം ലീഗിനെ ഇങ്ങനെ അകറ്റി നിർത്തിയിരുന്നു കോൺഗ്രസ്. അവർക്ക് അധികാരത്തിലെത്താൻ വേണ്ടിയുള്ള ഒരു ചവിട്ടുപടി മാത്രമായിട്ട് മുസ്ലിം ലീഗിനെ ഉപയോഗിച്ചിരുന്ന ഒരു ഘട്ടം ഉണ്ടായിരുന്നു. CK ഗോവിന്ദൻ നായരൊക്കെ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായിരുന്ന സമയത്ത്, KPCC പ്രസിഡൻ്റായിരുന്ന സമയത്ത് മുസ്ലിം ലീഗ് ഒരു സാമുദായിക ശക്തിയാണ്, അതിനായിട്ടുള്ള ഈ ചങ്ങാത്തം നമുക്ക് ഭാവിയിൽ ദോഷം ചെയ്യും, അതിനെ മാറ്റി നിർത്തണം എന്നുള്ള അഭിപ്രായക്കാരനായിരുന്നു. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിനെ എപ്പോഴും മാറ്റി നിർത്തിയിരുന്നു. CD സാഹിബിനെ ഒരു ഘട്ടത്തിൽ സ്പീക്കറാക്കി. എന്നാൽ CD സാഹിബ് അകാലത്ത് പെട്ടെന്നുണ്ടായ ഒരു മരണത്തെ തുടർന്ന് ആ സ്പീക്കർ സ്ഥാനം ലീഗിലെ മറ്റാർക്കെങ്കിലും കൊടുക്കണമെന്ന് ലീഗ് ആവശ്യപ്പെട്ടപ്പോൾ അത് കൊടുക്കാൻ തയ്യാറല്ലെന്ന് കോൺഗ്രസ് തീരുമാനിച്ചു. അങ്ങനെ കൊടുക്കേണ്ടതില്ല. ലീഗ് സമ്മർദ്ദം ചെലുത്തിയപ്പോൾ ഒരു ഉപാധി മുന്നോട്ട് വെച്ച് കോൺഗ്രസ്, ഞങ്ങൾ തരാം, പക്ഷേ ലീഗിൽ നിന്ന് രാജിവെച്ചിട്ട് വേണം ഈ സ്പീക്കർ സ്ഥാനം സ്വീകരിക്കാൻ. അങ്ങനെ CH മുഹമ്മദ് കോയ സാഹിബിനെ കൊണ്ട് ലീഗിൻ്റെ പ്രാഥമിക അംഗത്വം രാജിവെപ്പിച്ചാണ് സ്പീക്കറാക്കിയത്. ഈ സ്പീക്കർ സ്ഥാനം ഏറ്റെടുക്കാൻ വളരെ മനപ്രയാസം ഉണ്ടായിരുന്നു. ലീഗിൽ നിന്ന് രാജിവെക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞപ്പോൾ ലീഗിന് നേതൃത്വം പറഞ്ഞത് നമുക്ക് ആകെയുള്ള ഒരു സ്ഥാനമാണ് സ്പീക്കറെങ്കിൽ സ്പീക്കർ സ്ഥാനം, അതൊന്ന് കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ട് അതിന് വേണ്ടിയിട്ട് അധികാരത്തോടുള്ള അടങ്ങാത്ത മോഹം കൊണ്ട് സ്പീക്കർ സ്ഥാനത്തിന് വേണ്ടിയിട്ട് ലീഗിൻ്റെ
പ്രാഥമിക അംഗത്വം രാജിവെച്ചാണ്. അന്ന് കോൺഗ്രസ് പറഞ്ഞത് ലീഗിനെ കൊണ്ട് തൊപ്പി ഊരിപ്പിച്ചിട്ടാണ് ഞങ്ങൾ സ്പീക്കർ സ്ഥാനം കൊടുത്തതെന്ന് അവർ അത് ആലങ്കാരികമായിട്ട് പറഞ്ഞത്. അങ്ങനെ തൊപ്പി ഊരിച്ചവരാണ് യഥാർത്ഥത്തിൽ അന്നുള്ള ഈ കോൺഗ്രസ്സുകാർ. പിന്നീട് മുസ്ലിം ലീഗ് ഇല്ലാതെ ഭരിക്കാൻ പറ്റാത്ത ഒരു ഘട്ടം വന്നപ്പോൾ കഴിഞ്ഞ 10 വർഷം മുമ്പുള്ള ഉമ്മൻചാണ്ടിയുടെ ഭരണത്തിൽ ഒരു സമ്മർദ്ദ ശക്തിയായിട്ട് മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ട ഏതെങ്കിലും സമുദായത്തിൻ്റെ ആവശ്യമല്ല, ഈ സമുദായത്തിൽ ഏതെങ്കിലും ഒരു പ്രത്യേക ആവശ്യമല്ല, പകരം 5ാം മന്ത്രിസ്ഥാനമാണ്. ഈ സമുദായത്തിന് വേണ്ടിയിട്ട് എന്ത് നേട്ടമാണ് അങ്ങനെ ചോദിച്ചു വാങ്ങി 5ാം മന്ത്രിസ്ഥാനം കൊണ്ട് കിട്ടിയത്? അതേ സമയത്ത് ഇന്നത്തെ മന്ത്രിമാരായിട്ടുള്ള കെ മുരളീധരൻ, മുഖ്യമന്ത്രിയായിട്ടുള്ള വി ഡി സതീശൻ, അതേപോലെ തന്നെ രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ ഈ 5ാം മന്ത്രിസ്ഥാനത്തിനും മുസ്ലിം ലീഗ് ഉപയോഗിച്ച ഈ സമ്മർദ്ദ തന്ത്രത്തെ അതിനിശിതമായിട്ട് വിമർശിച്ചു. വളരെ മോശം പദപ്രയോഗങ്ങൾ വരെ നടത്തി. എന്നിട്ടും മുസ്ലിം ലീഗിനൊരു കുഴപ്പമുണ്ടായില്ല. ഞാനിതിപ്പോൾ പറയാൻ കാരണം, ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ പാർലമെൻ്ററി പാർട്ടി അതായത് MLA-മാരുടെ യോഗം ചേർന്നിട്ട് ഇതുമായിട്ട് മുന്നോട്ട് പോകേണ്ടതില്ല എന്നാണ് ഞങ്ങളുടെ തീരുമാനം എന്നുള്ളത് മാധ്യമങ്ങളെ അറിയിച്ചു കൊണ്ടൊരു വാർത്ത കൊടുക്കുകയും അണികൾ അത് വിശ്വാസത്തിലെടുക്കുകയും ചെയ്യുന്നു എന്ന് വെക്കുക. ഇനിയുള്ള സാധ്യത ഞാൻ പറയാം. ഇപ്പോൾ UDF-ന് 102 സീറ്റുകളാണ്. അതിൽ മുസ്ലിം ലീഗിനുള്ളത് 22 സീറ്റുകളാണ്. എന്ന് വെച്ചാൽ മുസ്ലിം ലീഗ് ഇല്ലാതെയും 80 സീറ്റുകളുടെ പിൻബലം UDF-നുണ്ട്. എന്ന് വെച്ചാൽ മുസ്ലിം ലീഗിന് ഒരു സമ്മർദ്ദ തന്ത്രം ഉപയോഗിക്കാൻ കഴിയില്ല എന്നുള്ളത് മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിന് അറിയാം. അതേ സമയത്ത് PM ശ്രീയുമായി മുന്നോട്ട് പോകാൻ നമ്മൾ ഒരുക്കമല്ല എന്ന് തത്വത്തിൽ തീരുമാനിക്കുകയും കോൺഗ്രസിൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങി വേറെ മാർഗമില്ലല്ലോ, നമ്മൾ പോയാലും അവർ കൃത്യമായിട്ട് നമ്മൾ ഈ മുന്നണിയിൽ നിന്ന് പോയാൽ പോലും അവരിതുമായിട്ട് മുന്നോട്ട് പോകും. പിന്നീട് നമ്മൾ ആരുടെ കൂടെയാണ് നിൽക്കുക? ഇടതുപക്ഷം ഈ PM ശ്രീയിൽ ഒപ്പിട്ടവരാണല്ലോ, അപ്പോൾ തമ്മിൽ ഭേദം തൊമ്മൻ എന്നുള്ള രീതിയിൽ നമ്മൾ കോൺഗ്രസിൻ്റെ കൂടെ നിൽക്കുക. ഇപ്പോൾ തൽക്കാലം ഇതാണ്ട് സഹിക്കുക. കാരണം കോൺഗ്രസും വലിയ ബുദ്ധിമുട്ടിലാണ്. കോൺഗ്രസ് ഈ PM ശ്രീയുമായിട്ട് മുന്നോട്ട് പോകാതെ കോൺഗ്രസിന് കഴിയില്ല. എന്താ വെച്ചാൽ എല്ലാ സംസ്ഥാനങ്ങളും, കോൺഗ്രസ് ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും PM ശ്രീയിൽ ഒപ്പിട്ട് കാശ് വാങ്ങിയതാണ്. അതിൻ്റെ ആ ഒരു നിലപാടിന് വിരുദ്ധമായിട്ട് കോൺഗ്രസിന് ഇവിടെ ഇട്ട് നിലപാട് സ്വീകരിക്കാൻ പറ്റില്ലെന്ന് അണികളെ ബോധ്യപ്പെടുത്തുകയും ചെയ്യാം. ഒരു സാധ്യതയാണ്. മുസ്ലിം ലീഗ് ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള എല്ലാ കളികളും കളിക്കാൻ സാധ്യതയുണ്ട്. ഇത് മുസ്ലിം ലീഗും ഈ പറയുന്ന വി ഡി സതീശൻ അടക്കമുള്ള, ഒരുപക്ഷെ വി ഡി സതീശൻ പറഞ്ഞു കൊടുത്ത തന്ത്രം പോലും ആവാൻ ഇടയുണ്ട്. നിങ്ങൾ ഇങ്ങനെ ഒരു ഗിമ്മിക്ക് കളിച്ചു, അതുകൊണ്ട് എന്താവും? നിങ്ങൾക്കൊരു കുഴപ്പമുണ്ടാവില്ല. അണികളെ അത് വിശ്വാസത്തിലെടുക്കാൻ നിങ്ങൾക്കൊരു കാരണമാവുകയും ചെയ്യും. അതേ സമയത്ത് നിങ്ങൾക്ക് സമ്മർദ്ദ ശക്തിയാവാൻ കഴിയില്ല എന്നുള്ള ബോധ്യം അണികൾക്കുള്ളിടത്തോളം കാലം നിങ്ങൾക്ക് PM ശ്രീയുടെ കാര്യത്തിൽ ഒരു പരിക്ക് മുസ്ലിം ലീഗിന് ആ അർത്ഥത്തിൽ വരികയും ചെയ്യില്ല എന്ന തന്ത്രം ഒരുപക്ഷെ വി ഡി സതീശൻ തന്നെ ആർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും? കുഞ്ഞാലിക്കുട്ടിക്കും ടീമിനും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. അത്രത്തോളം ലീഗിനെ വിശ്വസിക്കാൻ കൊള്ളാത്ത പാർട്ടിയാണെന്ന് പൊതുവിൽ ഞാൻ കരുതുന്നുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം മതം എന്ന് പറയുന്നത് അധികാരത്തിലെത്താൻ വേണ്ടിയുള്ള ഒരു ഉപകരണം, ഒരു സ്റ്റെപ്പ് മാത്രമാണ്. അതിനപ്പുറം മതത്തോട് ഒരു പ്രതിബദ്ധതയും മുസ്ലിം ലീഗ് പുലർത്തിയിട്ടില്ല. അത് അതിൻ്റെ ചരിത്രം ഓരോന്നായിട്ട് പരിശോധിച്ച് കഴിഞ്ഞാൽ അറിയാൻ കഴിയും. നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ പലപ്പോഴായിട്ട് മുസ്ലിം ലീഗിൻ്റെ ഇത്തരം കാര്യങ്ങൾ ചർച്ചക്കിടാം. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ.